ഇത് ചെറിയ ചക്കയല്ലേ? ഇതൊരു ചെറിയ ചക്കപ്പഴം കേട്ടോ. ജിജിക്ക്, മാണിച്ചേട്ടന്, മത്തായി ചേട്ടന് 3 പേർക്ക് കൊടുത്തു. അതിൻ്റെ 4-1 ഞങ്ങളും അങ്ങ് എടുത്തു. മധുരം ഉണ്ടോ നോക്കിയാമേ? ശരി, വായിലിട്ട് ടേസ്റ്റ് ചെയ്യുന്നതിന് മുമ്പാണോ ഇത്? ഈ സിനിമാടന്മാരാണ് കണക്ക് സ്വാദുണ്ടോയെന്ന് ചവച്ചരച്ചിട്ട് പറ. ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞു കേട്ടോ. ആണോ? എന്നാ ഓർമ്മ എനിക്ക് തന്നേ. ചകണികളാ, ചകണിക്ക് മധുരം കേട്ടോ. ഇതിന് വന്നത് വരട്ടെ, നോക്കാം. ഞാൻ തിന്ന് നോക്കട്ടെ കേട്ടോ. സത്യം മാത്രമേ ബോധിപ്പിക്കുകയുള്ളൂ ബഹുമാനപ്പെട്ട കോടതി. പുറത്ത് പറയാൻ കൊള്ളില്ല, കൊതി കിട്ടും. സർവേശ്വരങ്ങളാണ്. തേൻ മധുരമാണ് കേട്ടോ. സാധാരണ വിയറ്റ്നാം എയർലക്ക് ഇങ്ങനെ ഇത്ര മധുരം ഉണ്ടാവാറില്ല. അതെന്ന് വെച്ചാൽ ഓരോ വർഷം കഴിയും തോറും ഈ പ്ലാവിൻ്റെ തടിക്ക് മൂപ്പ് വരുന്നതനുസരിച്ചാണെന്നാണ് ഞാൻ അറിഞ്ഞത്. 1-ാം വർഷവും 2-ാം വർഷവും 3-ാം വർഷവും ഈ പ്ലാവിൻ്റെ ചുള നമുക്ക് മറ്റേ വറക്കാൻ കൊള്ളില്ല. ഞങ്ങൾ 1-2 പ്രാവശ്യം പരീക്ഷിച്ച് നോക്കി. പക്ഷെ പുഴുക്ക് 1-ാം കൊല്ലം മുതൽ പുഴുക്ക് കുഴഞ്ഞ കെട്ടാത്ത നല്ല 1-ാം തരം പുഴുക്കാണിത്. എന്തായാലും 4-1 കൊടുത്തു. ഒരു ഭാഗം നമുക്ക് കിട്ടിയിട്ടുള്ളൂ എങ്കിലും 1-ാം തരം ചുളയാണ്. അന്ന് നമ്മുടെ ബൊറോട്ടക്കടയുടെ ഇപ്പുറത്തുള്ള നമ്മുടെ അത് തന്നെ, ആ മുഖത്ത് മറകളുള്ള പുള്ളിയുടെ പേരെനിക്കറിയില്ല. നമ്മൾ ഇടയ്ക്ക് ചായ കുടിക്കണം. അത് തന്നെ, നമ്മൾ വെണ്ടയുടെ വിത്ത് കൊടുത്താ ആ ചേട്ടൻ പുള്ളി കൊടുത്തു. ഇന്ന് വൈകുന്നേരം ഒരു പച്ചച്ചക്ക പുഴുങ്ങാൻ വേണം. പുള്ളിയുടെ ആരാണ്ട് വിദേശത്തു നിന്ന് വരുന്നുണ്ട് ശനിയാഴ്ച എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ചോദിച്ചു അത് പഴുത്തുമില്ലെന്ന് ചോദിച്ചാൽ പഴുത്തതൊന്നും കുഴപ്പമൊന്നുമില്ല, പഴുത്തോട്ടെ, ഇച്ചിരി മൂപ്പ് കുറഞ്ഞു നിന്നാലേ ഒരു പഴം തന്നേക്കും പറഞ്ഞു. അപ്പോൾ ഒരു പഴവും ഇത് അദ്ദേഹത്തിന് ഉറങ്ങണമെന്ന്. ഹാരിസിന് വറക്കാനില്ലല്ലോ. നമ്മുടെ ശിവദാസൻ ചേട്ടൻ ചോദിച്ചിട്ടുണ്ടോ പറഞ്ഞു. പഴം കൊടുക്കാം. ഒരു 5 പഴം കിടപ്പുണ്ട്. ആ 5 പഴത്തിൻ്റെ വീഡിയോ ഞങ്ങൾ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ എന്തുമാത്രം ഉണ്ടെന്നും അത് കുഞ്ഞ് ചക്കയായിട്ട് പോലും നമുക്ക് ഒരു ഇതേതാണ്ട് ഒരു 3 കിലോ ചക്കയുള്ളൂ കേട്ടോ. എൻ്റെ മോളിൽ കിടന്നതാണ്, കാണാതെ കിടന്ന് മൂത്തു. എൻ്റെ കണ്ണെത്താതെ അവൻ രക്ഷപ്പെട്ട് മൂത്ത് പഴുപ്പിച്ച് പഴമാക്കി കൈ തന്നു. ആണോ? ഇഷ്ടം പോലെ ഇലയുടെ ഇത് കൊണ്ട് കാണാൻ മേല. അപ്പോൾ 3, 6, 9, 12, 14, 15, 16, 17, 18 ചുളയുണ്ട്. ഇനിയുണ്ടല്ലോ 19 ചുള കൂട്ടിയാൽ മതി. 19 ചുളയുണ്ട്. ആ ഓരണത്തിൻ്റെ ചകണി മൊത്തം കളഞ്ഞേ. ഇതിൻ്റെ അത് കീറിക്കേ. പലരും പറയുന്നുണ്ട് ഇതൊരു വീഡിയോയാണെന്ന് നിങ്ങൾക്ക് തോന്നും. അല്ല, പലരും ചക്കയുടെ ഉള്ളിൽ കറുപ്പുണ്ട്, ചുളയുടെ പുറത്ത് കറുത്ത വരയുണ്ട്. എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കിയേ. അതിൻ്റെ കാരണം എന്നാന്ന് ഞങ്ങൾക്ക് പറയാം. നിങ്ങൾ രാസവളം ഉപയോഗിക്കരുത് കേട്ടോ. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. ഒരു കൊച്ചു വിയറ്റ്നാമേറിന് പ്ലാവ് വെക്കുന്നതിന് മുമ്പും വെച്ച് ശേഷവും ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഒരു 10 മിനിറ്റിൻ്റെ പ്ലാവ് നട്ടുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു വീഡിയോ അവതരിപ്പിക്കുന്നുണ്ട്. നമുക്ക് പ്ലാവുള്ള ആളുകൾക്കൊക്കെ ഈ വിയറ്റ്നാമേറിന് പ്ലാവുകൾ എങ്ങനെ വെക്കണമെന്ന് അറിയാം.
ഈ ചിലരുടെ ചക്ക 3-4 പ്ലാവ് 3-4 കൊല്ലമായിട്ടും അങ്ങനെ നിൽക്കുന്നു. അതിൻ്റെ കാരണം നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ ഭാഗങ്ങൾ, കോവളം പോലുള്ള ഭാഗങ്ങൾ, കന്യാകുമാരി പോലുള്ള ഭാഗങ്ങൾ, അതുപോലെ നമ്മുടെ പാലക്കാടിൻ്റെ ചില ഏരിയകൾ, ആലപ്പുഴയൊക്കെ കടലല്ലേ, കടലോരങ്ങൾ, അതുപോലെ തന്നെ കായലോരങ്ങൾ, കൊല്ലത്തൊക്കെ കടലാണ് കൂടുതൽ, കായലും കടലൊക്കെയാണ് കൂടുതൽ. അങ്ങനെയുള്ള വടക്കൻ പ്രദേശങ്ങൾ, കേരളത്തിൻ്റെ മധ്യ കേരളം, ഉത്തര കേരളം എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ, അവിടെയൊക്കെ ഈ പ്ലാവിൻ്റെ തൈ വളരില്ല. നന്നായിട്ട് തെങ്ങ് തഴച്ച് വളരണമുണ്ടല്ലോ, പിന്നെ പ്ലാവ് വളരത്തിൻ്റെന്ന് ചോദിക്കും. ഈ ഉപ്പുരസം കലർന്ന മണ്ണും കായലിലെ മണ്ണൊക്കെ ചില പ്ലാവുകൾക്കും ചില അടയ്ക്കാമരങ്ങൾക്കൊക്കെ ദോഷമാണ്. ഇപ്പോൾ കുടകിൽ കേരളത്തിൽ ഉണ്ടാകുന്ന നമ്മുടെ ഈ 5 ജില്ലയിലാണ്, ഞാൻ ആദ്യം മറ്റൊരു വീഡിയോ പറഞ്ഞിരുന്നു, മൂവാറ്റുപുഴ താലൂക്കിലുള്ള എറണാകുളം ജില്ല ഉൾപ്പെടുന്ന പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം, അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലകളിലൊക്കെ ഈ പ്ലാവ് വളരും ശരിക്കും. 2ാം കൊല്ലം നല്ല 30 ഇഞ്ച് വണ്ണം വെച്ച പ്ലാവ് വരെ എൻ്റെ പറഞ്ഞ 2ാം കൊല്ലമുണ്ട്. കളിപ്പിക്കുന്നവർ കളിപ്പിക്കട്ടെ. എന്തായാലും നല്ലൊരു പ്ലാവ് വയ്ക്കുന്ന വീഡിയോയുമായിട്ട് ഞാൻ 1 മാസത്തിനകം വരാം. എനിക്ക് വേറെ ഒത്തിരി കൃഷികളിലുണ്ട്, സ്വന്തം പറമ്പുമുണ്ട്, പാട്ടത്തിന് കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് സമയം കിട്ടുമ്പോൾ നന്നായിട്ട് ഞാൻ നിങ്ങൾക്ക് ഇത് അവതരിപ്പിക്കാം കേട്ടോ. എന്തായാലും ഈ ചക്കച്ചോല ഓരോ നിങ്ങളുടെ മുമ്പിൽ തിന്നതിന് ശേഷം മാത്രം ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാം. നല്ല മധുരമുണ്ട്. എല്ലാവരും ഇതുപോലെ നമ്മൾ ഒരാളെ ആശ്രയിക്കാണ്ട് നമ്മുടെ പറമ്പിൽ ഇത് വെച്ച് പിടിപ്പിച്ച് നമ്മൾ ആരെ ആശ്രയിക്കാതെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വിഷം കലർന്ന എൻഡോസൾഫാനും അതുപോലെ മറ്റേ കൊടിയ വിഷങ്ങളുണ്ടല്ലോ, എക്കാലക്സൊക്കെ അടിച്ച സാധനം കഴിച്ച് നമ്മൾ ക്യാൻസർ ആശുപത്രിയിലേക്ക് പോകാതെ നമ്മുടെ 1 സെൻറ്റ് ഭൂമിയുണ്ടെങ്കിൽ സിമെൻ്റ് ഇട്ട മിറ്റമാണെങ്കിൽ പോലും ഒരു ചാൻ വളയത്തിൽ കുഴിയെടുത്തിട്ട് ആ സിമെൻറ്റ് പൊട്ടിച്ചിട്ട് പോലും ഇത്തരം പ്ലാവുകളൊക്കെ വയ്ക്കുകയാണെങ്കിൽ മറ്റു പല വിഷങ്ങളും മീനിലൂടെയും കോഴിയിലൂടെയും വരുന്ന ലിപ്തമായ ഭക്ഷണം നമുക്ക് കഴിക്കുന്നതിനെ തകർക്കാൻ ഈ ചക്കപ്പഴവും അതുപോലെ മാമ്പഴവും അതുപോലെ നമ്മുടെ വീടിൻ്റെ ചുറ്റും ഉണ്ടാക്കുന്ന പച്ചക്കറിയൊക്കെ നമ്മളെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.